അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷെയർ കോഡ്. അപ്പോൾ ഷെയർ കോഡ് എങ്ങനെ എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ വിസയിൽ ലോഗിൻ ചെയ്തിട്ട് അതിൽ കയറി നോക്കിയാൽ ഷെയർ കോഡ് എങ്ങനെയാണെന്നുള്ളത് കിട്ടും. പിന്നെ എൻ്റെ അഡ്രസ് പ്രൂഫ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വാട്ടർ ബില്ലോ, നമ്മൾ എന്തെങ്കിലും വെക്കുക, വാട്ടർ ബില്ലോ ഇലക്ട്രിസിറ്റിയോ കൗൺസിൽ ടാക്സിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും വെക്കുക. അപ്പം ലാസ്റ്റായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പം എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ ആനുവൽ സാലറി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷേങ്കിൽ ഞാൻ ആ മാസം തന്നെ ഇവിടുത്തെ സാലറി ഇൻക്രീസായി. സാലറി ഓഗസ്റ്റിലാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സാലറി ഇൻക്രീസ് ആയപ്പോഴേക്കും ഞാനാണെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ആനുവൽ സാലറിയും എൻ്റെ പേ സ്ലിപ്പിലുള്ള സാലറിയും ഡിഫറെൻ്റ് ആയിരുന്നു. അത് കൂടി. അപ്പോൾ അത് ജസ്റ്റ് കുറച്ചതേ ഉള്ളൂ. എന്നാലും ഞാനൊരു ക്ലാരിഫിക്കേഷൻ ലെറ്റർ പോലെ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫിക്കേഷൻ ലെറ്റർ വെക്കാവുന്നതാണ്. പിന്നെയാണ് TLS കോണ്ടാക്റ്റിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുക. നമുക്ക് ഫ്രീ ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടും. പക്ഷെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ മതി, അവർ അപ്ലോഡ് ചെയ്ത് തരും. പക്ഷെ 50 പൗണ്ട് എക്സ്ട്രാ കൊടുക്കണം. നമ്മൾ ഫിസിക്കലി ഒരു ഡോക്യുമെൻറ്റും അവർക്ക് സെൻഡ് ചെയ്യേണ്ടതില്ല. എന്തെങ്കിലും വേണമെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും. എൻ്റെ അടുത്ത് ഒരു ഡോക്യുമെൻറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഞാൻ ബയോമെട്രിക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് 2 ദിവസത്തിനകം തന്നെ ഡിസിഷൻ അറിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു മൺഡേയിൽ അപ്ലൈ ചെയ്തു. വെനസ്ഡേയിൽ എനിക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ട് മെയിൽ വരുമായിരുന്നു. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് സർവീസ് എന്ന് പറയുമ്പോഴേക്കും 6 മാസത്തോളം നമുക്ക് ഡിലേ ഉണ്ട്. അപ്പം നമ്മളൊരു 500 പൗണ്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഡിസിഷൻ അറിയാം. 1000 പൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ 1 ദിവസത്തിനുള്ളിൽ തന്നെ ഡിസിഷൻ അറിയാം. അപ്പം ഞാനാണെങ്കിൽ 500 പൗണ്ട് കൊടുത്ത് 5 ദിവസത്തിനുള്ള ഡിസിഷൻ വരുന്ന ഇതാണെന്ന് എടുത്തിരുന്നത്. അപ്പം 3500 പൗണ്ടോളം നമുക്ക് പേ ചെയ്യേണ്ടി വരും ILR തന്നെയായിട്ട് ഒരാൾക്ക്. പിന്നെ TLS കോണ്ടാക്റ്റിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് വേണ്ട സമയം, അതായത് പീക്കായിട്ടുള്ള സമയത്തിൽ നമ്മൾ ചിലപ്പോൾ 150 പൗണ്ട് എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പം നമുക്ക് സാധാരണ ഒരു സമയത്ത് എപ്പോൾ വേണമെങ്കിലും പോകാൻ റെഡി ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്പോയിൻമെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വേണ്ടത്. ഇതിപ്പോൾ എൻ്റെ കേസിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലെന്തെങ്കിലും നിങ്ങളുടെ കേസ് ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എക്സ്ട്രാ കാണിക്കണമെങ്കിൽ ക്ലാരിഫിക്കേഷൻ ലെറ്ററോ അതിൻ്റെ പ്രൂഫോ എന്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പം മെയിനായിട്ടും ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് കേട്ടോ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.